ഹിന്ദുക്കളുടെ ജനസംഖ്യ മുസ്ലിങ്ങളുടെ ജനസംഖ്യ പോലെ വർദ്ധിക്കുന്നില്ല. അതാണ് മെയിൻ പ്രോബ്ലം. കാരണം ഈ ഹിന്ദുക്കൾക്കൊരു മതവികാരമില്ല. കാരണം അതെന്തുകൊണ്ടാന്ന് വെച്ചാല് അതിന് ആ ഒരു സെറ്റപ്പ് ഇല്ല. മതവികാരം ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പ് ഹിന്ദുക്കൾക്കില്ല. അതായത് ഇത് എവിടുന്ന് തുടങ്ങുന്നത്? ഇത് തുടങ്ങുന്ന വെച്ചാൽ പള്ളി കേന്ദ്രീകരിച്ച ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും. അവർ കൊച്ചായിരിക്കുമ്പോഴേ മതം പഠിക്കാൻ പോകും, സൺഡേ സ്കൂളിൽ പോകും, മദ്രസയിൽ പോകും. അങ്ങനെ മതമെല്ലാം അറിയാം. അത് കഴിഞ്ഞ് എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും പള്ളിയിൽ വരും. ഈ അച്ഛന്മാരും ഉസ്താദന്മാരും പ്രസംഗത്തിലൂടെ സൈക്കോളജിക്കലി ഉമ്മാരുടെ മനസ്സിലെല്ലാം ഇത് കയറ്റി ന്യൂനപക്ഷം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, പിന്നെ ഏകദൈവ വിശ്വാസം, എല്ലാത്തിനും മതം മാറ്റാനും അങ്ങനെ. എന്നുവെച്ചാൽ ഇത് പ്രൈവറ്റ് അല്ലേ പള്ളി, പക്ഷെ അമ്പലത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഗവൺമെന്റിന്റെ കസ്റ്റഡിയിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഹിന്ദുക്കൾക്ക് ബഹുദൈവ വിശ്വാസമാണ്. അപ്പൊ ഇതിനകത്തൊരു ഐക്യം ഉണ്ടാകത്തില്ല മാനസികമായിട്ട്. ഉദാഹരണത്തിന് ഒരു വീട്ടില് 5 അംഗങ്ങളുണ്ടെന്ന് വെച്ചോ. അപ്പൊ 5 അംഗങ്ങളില് ഈ 5 പേരും 5 മനസ്സുള്ളവരാണ് ഹിന്ദുക്കള്. അവര് ഹിന്ദുക്കളാണ്, ദൈവവിശ്വാസിയാന്ന് പറഞ്ഞാൽ പോലും ആ ദൈവവിശ്വാസം പോലും അവരെ ഒരുമിപ്പിക്കുന്നില്ലെന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇവര് ചിലപ്പോൾ 5 പേരും തമ്മിൽ അടിയിട്ടിട്ട് 5 അമ്പലത്തിൽ പോകും, 5 മൂർത്തികളെ ആരാധിക്കാൻ വേണ്ടി പോകും. ചിലപ്പോൾ അതിനകത്ത് ഒരുത്തൻ നിരീശ്വരവാദിയായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഇത്. പിന്നെ ജാതി സംവരണം. പക്ഷെ അത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല് ഈ BJPക്ക് ഭരണമുള്ള സംസ്ഥാനത്ത് ബുദ്ധിപൂർവമായിട്ട് BJPക്കാര് ഈ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജാതി സംവരണമാണ് കൊടുക്കുന്നത്. അവരെ ജാതി സംവരണം കൊടുത്ത് ഭിന്നിപ്പിച്ച് വെച്ചേക്കുക. കാരണം ഇവർ ഈ ഒന്നിച്ചിരുന്ന ഭയങ്കര ഡേഞ്ചറാണ്. ഇവർക്ക് ഇതുപോലെ പല ജാതി സംവരണമൊക്കെ ആണെങ്കിൽ പ്രാദേശികമായ വിഷയങ്ങളും സംവരണ വിഷയങ്ങളും പ്രാതിനിധ്യം അങ്ങനെയൊക്കെയുള്ള ഒരു അകൽച്ച ഇവർക്ക് തോന്നിയിട്ട് ഇവരുടെ ശക്തിയും തീവ്രവാദവും കുറയും. അതിനുവേണ്ടിയിട്ടാണ് BJP ബുദ്ധിപൂർവ്വം അങ്ങനെ കളിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അവരെല്ലാവരും ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവരും ഒരു ഖുറാന് ഒരു ബൈബിൾ എന്നും പറഞ്ഞിരിക്കുന്നവരാ. അപ്പൊ അതിലൊരു ഐക്യം ഉണ്ടാക്കും. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തില് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ മതസംവരണം കിട്ടുന്നത്. ക്രിസ്ത്യാനികൾക്ക് ജാതി സംവരണം കിട്ടുന്നത്. അവർക്ക് നാടാ ക്രിസ്ത്യൻ ഉണ്ട്, ലാത്തിൻ ക്രിസ്ത്യൻ ഉണ്ട്, റോമൻ കത്തോലിക് ഉണ്ട്, ലത്തീൻ കത്തോലിക് ഉണ്ട്, അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ SCCC എന്ന് പറയുന്ന ഒന്നുണ്ട്. പിന്നെ ഒത്തിരി ഉണ്ട്, പെന്തക്കോസ്ത് ഉണ്ട്, ഒരുപാട്. അവരവരുടെ ഈ സഭകളിൽ അവരവരുടെ ജാതിയിൽപ്പെട്ട പള്ളികളിൽ മാത്രമേ പോകത്തുള്ളൂ. അവർ മരിച്ചാൽ അവിടെ മാത്രമേ സെമിത്തേരിയിലെ ശവം അടക്കത്തുള്ളൂ, അവിടെ പ്രാർത്ഥിക്കാൻ പോകത്തുള്ളൂ, ആ പള്ളിയിൽ വെച്ച് മാത്രമേ കല്യാണം നടത്താവൂ. അങ്ങനെയൊക്കെ ഹിന്ദുക്കൾക്ക് അത് വെച്ച് നോക്കുമ്പോൾ ആ തരത്തിൽ ഒരു ഭേദമാണ്. കാരണം ഹിന്ദുക്കൾക്ക് അങ്ങനെ ഇല്ലല്ലോ, എല്ലായിടത്തും പോകുമല്ലോ. ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് ജാതി സംവരണങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവരെല്ലാവരും ഒരു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ഒരു ബൈബിൾ ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ കുറെ കൂടി ഹിന്ദുക്കളെക്കാൾ വലിയ ഒരു മാനസിക ഐക്യം അവർ തമ്മിലുണ്ട്. ഒരു ക്രൈസ്തവ വോട്ട് ബാങ്കിനൊരു സ്കോപ്പ് അവിടെ ഉണ്ട്. നമ്മളെല്ലാം ക്രിസ്ത്യാനികളാണ്, പല സഭയാണ്, പല ജാതിയാണെങ്കിലും. പക്ഷെ ഹിന്ദുക്കളുടെ സിറ്റുവേഷൻ വളരെ വ്യത്യസ്തമാണ്. ഇതാണ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ. അപ്പൊ ഈ BJP സ്ട്രഗിൾ ചെയ്യുന്ന ഈ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഒരിടത്തും ഈ ഹിന്ദുക്കൾ അങ്ങനെ ഒരു മതപരമായിട്ട് വലിയൊരു കാഴ്ചപ്പാടൊന്നും ഇല്ലാത്തവരാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾ സാധാരണക്കാരാണല്ലോ. ഇപ്പൊ മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും എല്ലാവരും അവരവർക്ക് ഏറ്റവും പ്രശ്നം അവരുടെ ജീവിതമോ, അല്ലാതെ ഈ പറയുന്ന മതവും ഒന്നുമല്ല. അപ്പൊ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി രാവിലെ തൊട്ട് രാത്രി വരെ കിടന്ന് പണിയെടുക്കുമായിരിക്കും. അപ്പൊ ഇതൊന്നും അന്വേഷിക്കാനുള്ള നേരമോ മനസ്സോ ഒന്നും അവർക്കില്ല. പക്ഷെ മറ്റവർക്ക്, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ പള്ളിയിൽ നിന്ന് ഇത് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പള്ളി ഗവൺമെന്റ് പിടിച്ചെടുത്താൽ ഇത് കുറയും. ക്ഷേത്രങ്ങൾ പോലെ പള്ളി ഗവൺമെന്റ് നിയന്ത്രിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഈ രാഷ്ട്രീയമോ വേറെ ഒന്നും പറയാനൊന്നും പറ്റത്തില്ല, ഇടയലേഖനം വായിക്കാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനാണെങ്കിൽ ഇതിനൊരു നിയന്ത്രണം വരുത്താം. അല്ലാതെ ഇതുകൊണ്ടൊന്നും രക്ഷയൊന്നുമില്ല. ഇതാണ് ഹിന്ദുവിസം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റിസർച്ചിൽ എനിക്ക് മനസ്സിലായത്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദുക്കളുടെ ജനസംഖ്യ മുസ്ലിങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരുന്നില്ല, കുറയുന്നതായിട്ടാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളെല്ലാവരും കല്യാണം കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഹിന്ദുക്കളെല്ലാവരും അങ്ങ് മതപരിവർത്തനം നടത്തുന്നത് കൊണ്ടോ അല്ല. മറ്റവർ അതിസ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അവർ ഒരുപാട് പെറ്റ് പെരുകുന്നു. അവർ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ആയി വരുമ്പോൾ ഇത് കുറയും. അങ്ങനെയല്ലേ സംഭവിച്ചത്. ഇപ്പൊ കേരളത്തിലൊക്കെ ഹിന്ദുക്കളുടെ ജനസംഖ്യ അങ്ങനെയല്ലേ കുറഞ്ഞു പോയത്. ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയാൻ കാരണം മുസ്ലിങ്ങളാ. കാരണം അവര് കൂടുതൽ പ്രസവിക്കുമ്പോൾ ഇത് മൊത്തത്തിലുള്ള ആവറേജ് എടുക്കുമ്പോൾ ഹിന്ദുക്കൾ കുറയും, അവര് കൂടും.
അതാണ് ഇതിനകത്ത് സംഭവിച്ചത്. എൻ്റെ ഒരു റിസർച്ചിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം, ഈ ഗുജറാത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹിന്ദുത്വ പൊളിറ്റിക്സ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. BJP അവിടെ ഏതാണ്ട് ഒരു 37 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആ ഗുജറാത്തിൽ പോലും ഹിന്ദുക്കളുടെ ജനസംഖ്യ മുസ്ലിങ്ങളുടെ ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. കാരണം എന്താ, മറ്റവന്മാര് ഭയങ്കരമായിട്ട് പെറ്റുവരുന്നു. അപ്പൊ ഇത് കുറഞ്ഞു ആവറേജ് ഒക്കെ എടുക്കുമ്പോൾ. അതാണ് ഇതിന്റെ സംഭവം. അപ്പൊ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. സ്ലോലി ഇവരിത് മൊത്തം രാജ്യം കീഴടക്കും. ഇതിനകത്ത് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ജനസംഖ്യാ നിയന്ത്രണ ബില്ല് കൊണ്ടുവരണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പോളിസി മൊത്തം മാറ്റണം. അത് പെട്ടെന്ന് ജനങ്ങൾ സ്വീകരിക്കത്തുമില്ല. അതാണ് അതിനകത്ത് പ്രശ്നം. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ എന്തുകൊണ്ട് ഈ മുസ്ലിങ്ങളുടെ ജനസംഖ്യ അങ്ങനെയൊന്നും വളരാത്ത? മുസ്ലിങ്ങൾ ഈ പറയുന്ന കണക്ക് പെറ്റുവരികി ലോകം മൊത്തം കീഴടക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അമേരിക്കയിലും യൂറോപ്പിലും ഈ പറയുന്ന മുതലാളിത്ത രാജ്യങ്ങളിലൊന്നും മുസ്ലിമിന് വളരാൻ ഒക്കത്തില്ല. കാരണം എന്താ, അവിടെ ഒന്നും ഫ്രീ ഒന്നും കിട്ടത്തൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയിലെ സെറ്റപ്പ് ഒന്ന് നോക്കിയേ. ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രീയാ. നിങ്ങൾ പ്രസവിക്കും തോറും നിങ്ങൾക്ക് കാശ് ഇങ്ങോട്ട് തരും. ഓരോ പ്രസവത്തിനും ഏതാണ്ട് 6000-ഓ 10,000-ഓ, ചില സംസ്ഥാനത്തൊക്കെ 30,000 രൂപയൊക്കെ കൊടുക്കുന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എത്ര രൂപ അവന്മാർ അതിലൂടെ തന്നെ മേടിച്ചു. പിന്നെ എല്ലാം ഫ്രീ അല്ലേ. മെഡിക്കൽ കോളേജ്, അംഗനവാടി, സ്കൂള്, റേഷന്, സബ്സിഡി, പിന്നെ അല്ലാത്ത ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞ് ഓരോരോ VPL എന്തല്ല. അപ്പൊ ഇവർക്ക് വലിയ പാടില്ല. അതാണ് എന്റെ കളി. പക്ഷെ അമേരിക്കയിലും യൂറോപ്പിലൊന്നും അങ്ങനല്ല. അവിടുത്തെ സെറ്റപ്പ് ഒക്കെ തന്നെ വേറെ. അവിടെയൊക്കെ ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പോലും ഭയങ്കര നിയമപരമായ വെല്ലുവിളി. ഇവിടുത്തെ കണക്കൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം അവരെ ബുദ്ധിപരമായിട്ട് നിയന്ത്രിക്കുകയാണ് ഈ ക്യാപിറ്റലിസ്റ്റിക് അമേരിക്കൻ, യൂറോപ്യൻ, ക്രൈസ്തവ രാജ്യങ്ങളിൽ. അതുകൊണ്ടാണ് മുസ്ലിം ജനസംഖ്യ അങ്ങനെ കൂടാത്തത്. അപ്പൊ അമേരിക്കയിലൊക്കെ ഇത്ര വർഷമായിട്ടും 1400 വർഷം പഴക്കമുണ്ടല്ലോ ഇസ്ലാമിന്. ഇസ്ലാം ജനസംഖ്യ വളരെ കുറവാണ്, ഒരു 2% താഴെയാണ്. ഈ പറയുന്ന യൂറോപ്പിലും ഒന്നും വലിയ വിഷയമൊന്നുമില്ല. ഇപ്പൊ ഈ ക്രിസ്ത്യാനികളെ ഏകദൈവ വിശ്വാസികളായതുകൊണ്ട് ഭയങ്കര വെറുപ്പും അസൂയയും മൂത്ത് ഈ മുസ്ലിങ്ങൾക്കെതിരെ വലിയ പ്രചരണം നടത്തുക. യൂറോപ്പിലൊന്നും വലുതായിട്ടുള്ള മുസ്ലിം ഇതൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ആകെപ്പാടെ കുറച്ചെങ്കിലും ഒരു മുസ്ലിം ഗ്രോത്ത് കാണിക്കുന്ന ഫ്രാൻസിൽ മാത്രം. അതൊരു 6-7%. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ പറയുന്ന 2%, 3% ഒക്കെയാണ് ഉള്ളത്. അതിനാണ് അവന്മാർ ഇത്രയും ഗുരു കിട്ടുന്നത്. അത്രയ്ക്ക് അസഹിഷ്ണുത. അത് ഹിന്ദുക്കളെ പോലെ അല്ലല്ലോ. ഈ ക്രിസ്ത്യാനികൾ അംഗീകരിക്കത്തില്ലല്ലോ ഇവന്മാരെ, ഏകദൈവ വിശ്വാസികൾ. അപ്പൊ അവരെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ഗ്രോ ചെയ്യാനും ഒക്കത്തില്ല. ഇവിടുത്തെ കണക്ക് കുറെ പിള്ളേരെയാണെന്നും അവിടെ ഭയങ്കര നിയന്ത്രണങ്ങളും നിയമങ്ങളും ഭയങ്കര ടാക്സ് ഒക്കെയാണ്. 100 രൂപ നിങ്ങളുടെ കൈ കിട്ടിയാല് നിങ്ങൾ 50 രൂപ അങ്ങ് ടാക്സ് ആയിട്ട് കൊടുക്കണം. അങ്ങനെയൊന്നും അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ജോലിക്കൊക്കെ പോയാൽ മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റൂ. അപ്പൊ പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രസവിച്ച് കൂട്ടാനൊന്നും ഒക്കത്തില്ല. അവര് ടാക്സ് അടയ്ക്കാനായിട്ട് അവരുടെ ജോലിക്കൊക്കെ പോയേക്കുമായിരിക്കും. അതുകൊണ്ടാണ് അതൊരു ബുദ്ധിപൂർവ്വമായിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി. അതുകൊണ്ട് എന്താ, ജനസംഖ്യ കുറവാണ്, ഡെവലപ്മെന്റ് ഉണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. അതാണ് അവര് കാണുന്നത്. അതാണ് സത്യത്തിൽ വേണ്ടത്. അപ്പൊ എന്താ, തൊഴിലില്ലായ്മ കുറയും. ഇവിടെ ഇങ്ങനെ കടന്ന് പെറ്റ് പെരുകിയിട്ട് ഒരു കൂട്ടര് കള്ളക്കടത്തും മയക്കുമരുന്നും അല്ല എന്ത് പണിയും ചെയ്ത് കുടുംബം തീറ്റിപ്പോറ്റുന്നു. അല്ല അവര് ഗ്രൂപ്പിസം കാണിച്ച് പൈസ പിരിച്ച് അവര് മുന്നേറുന്നു, ബാക്കിയുള്ളവരൊക്കെ മൂഞ്ചിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്. പക്ഷെ മറ്റിടത്തൊന്നും അങ്ങനല്ല. അവിടെ നിന്ന് ഈ പരിപാടി നടക്കത്തില്ല. അതുകൊണ്ടാണ് അവന്മാർക്ക് അത് പറ്റാത്തത്. ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അവര് ബുദ്ധിപൂർവ്വമായിട്ട് നിയന്ത്രിക്കും. ഇപ്പൊ കുട്ടികളെയാണ് അവർ ഒറ്റയ്ക്ക് പുറത്തോട്ട് പോകാൻ പാടില്ല. അതിനെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവും. അതൊക്കെ ബുദ്ധിപൂർവ്വമായിട്ട് ഈ പേരൻസിനെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ പേരൻസ് എന്ത് തീരുമാനിക്കണം? എനിക്ക് ഒരു കുട്ടി മതി, എനിക്ക് അതിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് അവന്മാർ ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ കണക്കല്ല. അതാണ്. അതുപോലെ ഈ റിലേഷനും ഒന്നും അവിടെ അങ്ങനെ വരത്തില്ല. എല്ലാരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് നികുതി കൊടുത്ത് ജീവിക്കുന്ന രാജ്യത്ത് ആ ബന്ധങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം എന്താ, നീ പണിയെടുത്താലും നിനക്ക് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നൊരു സംഭവമൊന്നും അവിടെ ഇല്ല. അതവരുടെ ബുദ്ധിയാ. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊക്കെ ഈ സാധനമൊന്നും ഇന്ത്യയിലോട്ട് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ കൾച്ചർ അങ്ങനെ അതിനോടൊന്നും വഴങ്ങത്തൊന്നുമില്ല. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സംഭവം. പിന്നെ ആകെപ്പാടൊരു ആശ്വാസം ഉള്ളതെന്ന് പറഞ്ഞാല് ഒരു 25 വർഷമാണ് ഒരു തലമുറ. അപ്പൊ നമുക്ക് അത്രയും ഒരു ടൈമുണ്ട്. ഇവർക്ക് ഇപ്പൊ ഒരു മുസ്ലിം കുഞ്ഞ് ജനിച്ചാൽ പോലും അത് വളർന്നു വന്ന് ജനസംഖ്യ അത് മെച്യൂറായി കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളാവാൻ 25 വർഷം കൂട്ടും. അപ്പൊ അത്ര സമയമുണ്ട്. അവർക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആവാക്കത്തില്ല. അതേ ഉള്ളൂ. അപ്പൊ അതിനുള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ BJP-ക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ മോണിറ്ററിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഈ ജനസംഖ്യ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ഉള്ളത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചപ്പോ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുമ്പോൾ അവർ മതരാജ്യം ഉണ്ടാക്കും. അതല്ലേ ചരിത്രം.
അവരെവിടെ ഭൂരിപക്ഷം 51% അവരവിടെ മതരാജ്യം ഉണ്ടാക്കും, ശരീരത്ത് കൊണ്ടുവരും. അവന്മാർ ഈ പറയുന്ന ആത്മീയതയും ആത്മാവും ഒന്നും ഇല്ലാത്തവരായതുകൊണ്ട്, സെൽഫ് റെസ്പെക്ട് ഒന്നും ഇല്ലാത്തവരായതുകൊണ്ട് അവർ വേണേൽ രാജാവിന്റെ കീഴിൽ സൗദി അറേബ്യയെ പോലെ ഇതങ്ങ് കഴിഞ്ഞോളും. അതൊക്കെയാണ് അവസ്ഥ. പിന്നെ ഭയങ്കര കുഴപ്പങ്ങളാണ്, ഭയങ്കര വയലൻസും ആത്മീയതയൊന്നും ഇല്ലാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ അറിയത്തില്ല. ഈ പറയുന്ന ഒരു 6 മുസ്ലിം ഗൾഫ് രാജ്യങ്ങൾ ഒഴിച്ച് വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം കൊള്ളാവോ ഈ ലോകത്ത്? പെട്രോൾ ഉള്ളത് കൊണ്ട് ഈ സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ ഒരു 6 കൊള്ളാം, ബാക്കി ഏത് കൊള്ളാം? 56 57 രാജ്യങ്ങളുണ്ട് ലോകത്ത്, 55 തോന്നുന്നു. പക്ഷെ ഒരെണ്ണം കൊള്ളാം. ഇവന്മാരാരെങ്കിലും വേറെ ഏതെങ്കിലും മുസ്ലിം രാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ടോ, അവിടെ ജോലിക്ക് പോകുന്നുണ്ടോ? അതാണ് അതിന്റെ അവസ്ഥ. ഇത് സാധനം കൊള്ളാത്തതാ, പക്ഷെ ഒരു വല്ലാത്ത ഒരു ഇതാണ് അതിന്, ഒരു വല്ലാത്തൊരു ഗ്രൂപ്പിസമാണത്. ആശയപരമായിട്ടൊരു ഏകദൈവ വിശ്വാസം, പിന്നെ സ്ത്രീകൾക്ക് യാതൊരു ഇതുമില്ല, ഭയങ്കര പുരുഷാധിപത്യം, അങ്ങനെയൊക്കെയുള്ള ഇത്. അപ്പൊ ഇന്ത്യയിൽ അത് കുറച്ചൊക്കെ വീക്കണാണ്, അതുകൊണ്ടാണ് BJP വിജയിക്കുന്നത്. BJP ഭയങ്കര ബുദ്ധിയാണ്, അവര് ജാതി സമ്മാനം കൊടുത്ത് ഭിന്നിപ്പിക്കുന്നതുകൊണ്ടൊക്കെ. ഇത്തരത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഹിന്ദുക്കൾക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയൊരു ഐഡിയ പോലും ഇല്ല സത്യം പറഞ്ഞാൽ. അതാണ് പ്രശ്നം. അവരൊക്കെ ഒന്നും വായിക്കുകയോ മനസ്സിലാക്കുകയോ, ഇപ്പോഴത്തെ കാലത്തൊക്കെ എളുപ്പമാണ്. ChatGPT, ജെമിനി, ഗ്രോക്ക്, ഗൂഗിള്, ഇതിനകത്തോടൊക്കെ എല്ലാം അറിയാലോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പോലും അറിയണ്ട, മലയാളത്തിൽ തന്നെ എല്ലാ റിസൾട്ടും കിട്ടും. അത് വായിച്ചൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അറിയുക, അല്ലാന്തോ